Hello everyone, I am Shivakumar from SK's Creative English. ഞാനൊരു മീറ്റിംഗിലാണ്. എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. I am in a meeting. Just call me after some time. I am in a meeting. I am in the meeting. Or I am in meeting. എങ്ങനെയാണ് പറയേണ്ടതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഇതിൽ I am in a meeting എന്ന് പറയുന്നതിൽ അർത്ഥം ഞാൻ ഏതോ ഒരു മീറ്റിംഗിലാണ് എന്നാണ്. എന്നാൽ ഞാൻ I am in the meeting എന്നാണ് പറഞ്ഞതെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞ ആ മീറ്റിംഗില്ലേ, ആ മീറ്റിംഗിലാണ് ഞാൻ ഉള്ളത് എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ രണ്ട് തരത്തിലുള്ള ആർട്ടിക്കിളുകളുണ്ട്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ യും, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആൻ എന്നതും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എ അല്ലെങ്കിൽ ആൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. നൗണുകളുടെ മുമ്പിലാണ് എയും ആനും ഉപയോഗിച്ചു വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വീട്, ഒരു എന്ന അർത്ഥത്തിൽ നമുക്ക് ആനോ എയോ ഉപയോഗിക്കാം. എ ഹൗസ് എന്നാണ് പറയുക. അതേസമയം ഓണസ്റ്റ് മാൻ എന്ന വാക്കിന്റെ മുമ്പിൽ ഒരു എന്ന് ചേർക്കാൻ എ ആണോ ആനാണോ ഉപയോഗിക്കേണ്ടത് എന്നതാണ് എൻ്റെ ചോദ്യം. ഇവിടെ എ പാടില്ല, ആൻ എന്ന് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഇതിലെ കാര്യം? രണ്ട് വാക്കുകളുടെയും രണ്ട് നൗണിന്റെയും ആദ്യത്തെ അക്ഷരം എച്ച് ആണ്. പക്ഷെ ഒരു സ്ഥലത്ത് എയും ഒരു സ്ഥലത്ത് ആനുമാണ് നമ്മൾ ഉപയോഗിച്ചത്. EUROPEAN, ഇ എന്ന അക്ഷരത്തിലാണ് തുടങ്ങിയത്. പക്ഷെ ഇതിന് മുമ്പ് ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഏതാണ് ഉപയോഗിക്കുക? എ യൂറോപ്യൻ ആണ്. കാരണം ഉച്ചരിച്ച് തുടങ്ങുന്നത് യ എന്ന ശബ്ദമാണ്. യ എന്നത് കൺസണന്റ് സൗണ്ട് ആണ്. അതുകൊണ്ട് എ യൂറോപ്യൻ എന്ന് വേണം ഉച്ചരിക്കാൻ. MLA, ഒരു MLA എന്ന് പറയാൻ നമ്മൾ ആനാണ് ഉപയോഗിക്കേണ്ടത്. കാരണം MLA എന്ന് പറയുമ്പോൾ എ എന്ന ശബ്ദത്തിലാണ്, വവൽ സൗണ്ടിലാണ് നമ്മൾ ഉച്ചരിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആൻ MLA എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് LIC ലോൺ. ഒരു LIC ലോൺ എന്ന് പറയാൻ ഐ ഹാവ് എൻ LIC ലോൺ, ആന് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം LICയിലും എ എന്ന ശബ്ദത്തിലാണ് നമ്മളത് ഉച്ചരിച്ച് തുടങ്ങുന്നത്. ഓറഞ്ച് എന്ന വാക്കിന് മുമ്പ് എ ആണോ ആൻ ആണോ ഉപയോഗിക്കേണ്ടത്? ഒരു ഓറഞ്ച് എന്ന് പറയാൻ ആൻ ഓറഞ്ച് എന്ന് വേണം ഉപയോഗിക്കേണ്ടത്. എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഉച്ചാരണം ശ്രദ്ധിക്കുക, വായിച്ചു നോക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണിത്. എന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് എഴുതുമ്പോഴായാലും വായിക്കുമ്പോഴായി കഴിഞ്ഞാലും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എയും ആനും പ്രോപ്പറായി പ്ലേസ് ചെയ്യുക എന്നത്. അടുത്ത വാക്കാണ് ആപ്പിൾ. ആപ്പിൾ എ ആപ്പിൾ ആണോ ആൻ ആപ്പിൾ ആണോ? ആൻ ആപ്പിൾ, ബിക്കോസ് എ സൗണ്ട് ആണ് ആദ്യം ഉച്ചരിച്ചിരിക്കുന്നത്. ആൻ ആപ്പിൾ. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായിട്ടുള്ള വീഡിയോകൾ കാണണം. നല്ല ഭാഷ ഡെവലപ്പ് ചെയ്തെടുക്കുകയും വേണം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ 12 വവൽ സൗണ്ട്സ് ആണുള്ളത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ 12 വവൽ സൗണ്ട്സും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എയും ആനും ശരിയായി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ്. കൂടുതൽ എഴുതുക, കൂടുതൽ വായിക്കുക, നല്ല ഭാഷ, നല്ല ഇംഗ്ലീഷ് ഉണ്ടാക്കിയെടുക്കുക. That's all. Thank you. See you again later.